തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ അപകടം പതിയിരിക്കുന്ന KSRTC ഡിപ്പോയുടെ ചുറ്റുമതിൽ പൊളിച്ചു പണിയണമെന്നാവശ്യപ്പെടുകയാണ് നാട്ടുകാർ. നിരവധി തവണ നഗരസഭ നോട്ടീസ് നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല എന്നാണ് ആരോപണം. ചെരിഞ്ഞു നിൽക്കുന്ന മതിൽ എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. നെയ്യാറ്റിൻകര KSRTC ബസ് സ്റ്റാൻഡിന്റെ പുറകുവശത്തുള്ള കരിങ്കല്ലിൽ നിർമ്മിച്ച ചുറ്റുമതിലാണ് അപകടാവസ്ഥയിലുള്ളത്. 20 അടിയിലധികം ഉയരമുള്ളതും 30 വർഷത്തിലധികം പഴക്കമുള്ളതുമായ ഉയർന്ന ചുറ്റുമതിലാണ് ചരിഞ്ഞ് അപകടാവസ്ഥയിൽ നിൽക്കുന്നത്. വലിയ വിള്ളലുകൾ മതിലിന്റെ പല ഭാഗങ്ങളിലും കാണാവുന്നതാണ്. മഴവെള്ളം പൂർണ്ണമായും റോഡിലേക്ക് ഒലിച്ചിറങ്ങുന്നതും ഇവിടെ നിത്യ സംഭവമാണ്. ഇത്രയും ഉയരത്തിൽ വിണ്ട് കീറിയിരിക്കുന്ന അവസ്ഥയിലായിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ്. പല ഘട്ടങ്ങളിലും നഗരസഭ ഇത് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകുകയുണ്ടായി. പക്ഷേ ഒരു നടപടിയും KSRTCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തതുകൊണ്ട് വളരെ ശക്തമായ ബഹുജന പ്രക്ഷോഭം തന്നെ ആരംഭിക്കുന്ന നിലയിലേക്ക് ഈ സംഭവം മാറിയിരിക്കുകയാണ്. അടിയന്തരമായി ഈ മതിൽ പൊളിച്ച് പുതുക്കിപ്പണിയില്ല എങ്കിൽ വളരെ ശക്തമായ ബഹുജന പ്രക്ഷോഭത്തിന് UDF നേതൃത്വം നൽകുന്നതാണ്. മതിലിനോട് ചേർന്ന് നിർമ്മിച്ച കെട്ടിടത്തിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളവും ഓയിലും മഴവെള്ളവും മതിലിനും കെട്ടിടത്തിനും ഇടയിൽ കെട്ടിനിന്ന് വിള്ളലുകളിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. നെയ്യാറ്റിൻകര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കോൺവെന്റ് സ്കൂൾ, വിദ്യാധിരാജ പബ്ലിക് സ്കൂൾ, വിശ്വഭാരതി പബ്ലിക് സ്കൂൾ ഉൾപ്പെടെ നിരവധി സ്കൂളുകളിലെ കുട്ടികളും നൂറുകണക്കിനായുള്ള യാത്രക്കാരും ഉപയോഗിക്കുന്ന പ്രധാന റോഡാണിത്. മഴക്കാലമാകുന്നതിന് മുൻപ് മതിൽ ശക്തിപ്പെടുത്തുകയോ പൊളിച്ചു പണിയുകയോ വേണമെന്നുള്ളതാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.